COP 15A ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആൻഡ് ഇറ്റ്സ് ഗൈഡ് ലൈൻസ് ആർ ദെയർ ഫോർ ദ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. ഓർഗൻ ട്രാൻസ്പ്ലാന്റിങ്ങിൽ നമുക്ക് വ്യക്തത വരുത്തുന്നതിന് ഈ 15A COP നമുക്ക് നോക്കാം. ദ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം shall be in consonance with the legal requirements and shall be conducted ethically. നമ്മുടെ ഹോസ്പിറ്റലിൽ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുമ്പോൾ ദ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് എന്ന് പറഞ്ഞ ഒരു ആക്ട് ഉണ്ട്. അത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കി അതിന് ആനുപാതികമായിട്ട് വേണം നമ്മുടെ ഹോസ്പിറ്റലിനുള്ളിൽ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനായിട്ട്. നമുക്ക് നമ്മുടെ മെഡിക്കൽ പ്രൊഫഷണൽസ് അതിൽ അപ്രോപ്രിയേറ്റ് അതോറിറ്റീസിൽ നിന്നും ഈ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ കിട്ടിയിട്ടുള്ളവരായിരിക്കണം. നമുക്ക് ആ ഒരു ആക്ടിനെ മുൻനിർത്തിയായിരിക്കണം നമുക്ക് ഈ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനുള്ള പെർമിഷൻസ് നമ്മളുടെ പ്രൊഫഷണൽസിനുണ്ടാവണം. അതുപോലെ തന്നെ നമുക്കൊരു കൃത്യമായ ഒരു ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാവണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിൻ്റെയും ഡോക്യുമെന്റ് സബ്മിഷൻ അപ്രോപ്രിയേറ്റ് ഡിഫൈൻഡ് ടൈം ഫ്രെയിമിൽ അതോറിറ്റീസിനെ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യുന്നതിനും അതുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു ഇൻഫർമേഷനും ട്രാൻസ്പെറൻ്റ് ആയിരിക്കുന്നതിനും നമുക്ക് ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. നമുക്ക് റെഗുലേറ്ററി ബോഡീസിൽ നിന്ന് ഇതിനുള്ള ലൈസൻസ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അത് ആൾവേസ് നമ്മുടെ ശ്രദ്ധയിലുണ്ടാവേണ്ട കാര്യമാണ്. സോ അല്ലെങ്കിൽ ഇത് നമ്മൾ എത്ര പ്രൊഫഷണലായിട്ട് ചെയ്താലും ഇല്ലീഗലാണ്. വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. സോ COP 15A says that the organ transplant program shall be in consonance with the legal requirements and shall be conducted ethically. ഒന്ന് കൃത്യതയോടുകൂടി നമുക്ക് ഇത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉറപ്പുവരുത്തണം. ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ശ്രദ്ധയുണ്ടാവണം. ഈ ഒരു കോർഡിനേറ്ററുമായിട്ട് നിരന്തരമായ കമ്മ്യൂണിക്കേഷൻ ലീഗൽ അതോറിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് ടൈം ഫ്രെയിമിൽ തന്നെ നമ്മളിത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം.